ഇന്ന് രാവിലെ നമ്മൾ കുറച്ച് അധികം നെത്തോലി ഇട്ടിട്ടുണ്ട്. ആ നെത്തോലി വെച്ച് നമ്മളൊന്നൊരു കിടിലൻ പരിപാടി സെറ്റ് ചെയ്യണം. കിടിലൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നെത്തോലി നോർമലി ചെയ്യുന്നേക്കാളും നമ്മളൊന്ന് വെറൈറ്റിക്ക് അത് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. ഈ മീനൊന്നുള്ള ചാവും. ആ സാധനം വരും. അത് വന്നില്ലെങ്കിൽ ഇങ്ങനെ വാക്കത്തിട്ട് സത്യം പറഞ്ഞാൽ കട്ട സീരിയസ് പറഞ്ഞ സാധനവും തോലി ഭയങ്കര നെത്തോലി വെളിച്ചാടണ്ട എത്തിയെടുത്ത് അതിർ മുണ്ട് കാത്തിട്ടല്ലേ അവന്മാര് ഇറഞ്ഞകത്തിടും. നിനക്ക് നെത്തോലിയെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും കഥ വല്ല ഐഡിയ ഉണ്ടോ? ഉണ്ടളിയുണ്ട്. എന്തറിയാം? നെത്തോലി ആദ്യമായിട്ട് കണ്ടുപിടിച്ച ശ്രീലങ്കയിലല്ലേ? ഈ രാജാവിന്റെ ഫിഷ് ടാങ്കിൽ വളർത്തിയിരുന്ന സാധനമാണ് അളിയാൻ. ഈ സാധനേ മഴ വരാൻ ചാൻസ് ഉണ്ടല്ലയാ. നമ്മൾ ഇത് നുള്ളിക്കൊണ്ടിരുന്ന 4 മണിയായാലും തീരില്ല. നമുക്ക് ഈ സാധനം പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതെല്ലാം കൂടെ വാരി കഴുകി നമുക്കെങ്കിലും കൊടുക്കാം. ഇതെല്ലാം വാരി കഴുകി നമുക്ക് വാഷ് ചെയ്ത് ഇല്ല. ഹോട്ടലിലൊക്കെ ഈ തലേന്നുള്ളത് തന്നെ കൊടുക്കണത്. ഓ തക്കൊടുക്കൂട്ടാട്ടി വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ നെത്തോലി എല്ലാം കഴുകി റെഡിയാക്കി വെച്ചേക്കാണ്. ഇപ്പം നമുക്കിനി അടുത്ത വേണ്ടത് അതിന് വേണ്ടിയുള്ള മസാല പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഇഞ്ചി സെറ്റാക്കിയിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ഇടിച്ച് റെഡിയാക്കണം. ഓക്കെ, തുണിയിൽ കയറി പിടിച്ച സൂപ്പർ ആയിരിക്കും, മില്ലിനടിക്കും. നേരെ വെള്ളത്തിൽ ചാടും. എന്നോട് നെത്തോലി ഗ്രില്ല് അടിച്ചിട്ട് ഇഞ്ചി ചതച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ചതച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചേക്കുന്ന ഇതിലോട്ടിടാം. മഞ്ഞപ്പൊടി, നോർമൽ ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്, കുറച്ച് നാരങ്ങ. ഇനി അടുത്ത് നമ്മൾ ഉപ്പിടുകയാണ്. കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, ഉടമ്പുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, ഉടമ്പുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, ശുംഭപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. നമ്മൾ നെത്തോലി ഗ്രില്ലടിക്കാൻ നോക്കിയതാണ്. ചെറിയ പണി കിട്ടി, മൊത്തത്തിൽ അടിയിൽ പിടിച്ച്. അപ്പോൾ ഇനി ഈ നെത്തോലി ഗ്രില്ല് ചെയ്യുമ്പം ആരും ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ നോക്കരുത്, പണി കിട്ടും. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ കരിമീനാണ് റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കരിമീൻ നെത്തോലി റോസ്റ്റ്, കരിമീനിലേക്ക് കിടക്കുന്ന മനോഹരമായ കാഴ്ച. എണ്ണ തേച്ചിടാൻ പോവുകയാണ്. എന്തെങ്കിലും സംഭവിക്കും നോക്കട്ടെ. രതീഷേ, നമ്മുടെ അടുത്താളാ കളി.
തരൂല. ഇതെടുത്ത് വീട്ടിൽ അമ്മേരെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല വൃത്തിയായിട്ട് പൊരിച്ച് തരും. നെത്തോലി ചുടൽ കരിഞ്ഞ് അത് നടക്കണ ആവശ്യമല്ല. കാരണം ഇത് ഒരു സൈഡ് ഒട്ടിപ്പിടിക്കാനുണ്ട്. നമ്മൾ നെത്തോലി ചുടൽ നിർത്തി ഇപ്പോൾ ചെയ്ത് വെച്ച സാധനം വെച്ച് എല്ലാം കഴിച്ചിട്ട് ഇതിനെ കൊണ്ടുപോയി ഫ്രൈ ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അയ്യമ്മാ. എങ്ങനെ കൊള്ളാൻ പോലെ ആ സാധനം? ഞാൻ കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് അറിയാൻ വയ്യാത്ത. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇങ്ങനെ പിരിന്നിറങ്ങുകൊണ്ട് ഒരു സുഖമില്ല, കഴിക്കാനുള്ളൊരു കറക്റ്റ് ഫീലില്ല. സംഭവം ടേസ്റ്റ് നല്ല രുചിയുണ്ട്. തലേന്ന് വെച്ച് കളഞ്ഞില്ലേടാ? തലേന്നെടുത്ത് ഇത് കളയാമെന്ന് ചാവും നമ്മൾ. അയ്യോ എനിക്ക്